നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മെക്കഫം റേഡിയോയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും എത്തുമ്പോൾ എന്തെല്ലാമായിരിക്കും പുതിയ ഇനങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ, അല്ലേ ഫതുവ? അതെ, പ്രത്യേകിച്ചും ഈ ആഴ്ച ശിശുദിനം കൂടിയായിരുന്നല്ലോ. നമ്മൾ കുട്ടികൾക്കുള്ള ആ പ്രത്യേക ദിനത്തിന്റെ ഭാഗമായി ചില വേറിട്ട പരിപാടികൾ കൂടി ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. ആഹാ, അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആദ്യ ഇനം അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് സംഘഗാനമാകട്ടെ. എന്തുകൊണ്ടായിരിക്കും നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്? നമുക്ക് അറിയണ്ടേ? എങ്കിൽ ശിശുദിനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മോട് സംസാരിക്കുന്നത് NMS വിദ്യാർത്ഥിനി ഐഷ ഐൻ. അധ്യാപകരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, എല്ലാവർക്കും ശിശുദിനാശംസകൾ. ഞാൻ ഐഷ ഐൻ. എനിക്ക് അവസരം ഒരുക്കി തന്ന എൻ്റെ പ്രിയ അധ്യാപകർക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക റോസാപ്പൂ അണിഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രമാണ്. നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി നമ്മുടെ രാജ്യം ആചരിക്കുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കാരണം എല്ലാ കുട്ടികളും അദ്ദേഹത്തെ ചാച്ചാജി എന്ന് ഓമന പേര് ചൊല്ലി വിളിച്ചിരുന്നു. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം നൽകേണ്ടതിന്റെ കരുതലും അടുപ്പവും പകരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് ഈ ദിനം. 1964 നെഹ്റുവിന്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ചാച്ചാജി ഒരു പ്രമുഖ നേതാവും മികച്ച സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി കഠിനമായി പോരാടിയ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി 1947 പ്രതിജ്ഞ ചെയ്തു. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉന്നത നിലയിൽ എത്തിക്കാൻ നെഹ്റു പരിശ്രമിച്ചിരുന്നു. അദ്ദേഹം 16 വർഷത്തിലേറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഞാനടക്കമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയ സ്വപ്നങ്ങൾ കാണാനും അവ സാക്ഷാത്കരിക്കാനും ഉള്ള വഴി തേടാനും ഈ ദിനം പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇനി കാതിനും കരളിനും ഇമ്പമുള്ള ഒരു കവിത കേട്ടാലോ? അവതരിപ്പിക്കുന്നത് NMS മോണ്ടിസോറി വിഭാഗത്തിലെ ഋതു പല്ലവി. കൊഴിച്ച കാറ്റ്, കള്ളനെ പോലെ മറഞ്ഞ കാറ്റ്, നിൻമുഖം കാണുവാൻ എത്ര നാളായി, മരത്തിനയിൽ ഞാനിരിപ്പൂ, എങ്ങു കാണുവാനില്ല പക്ഷേ, ഉമ്മ വയ്ക്കുന്നു നീ എൻ കവിളിൽ, ഒന്നെന്റെ കൺമുന്നിൽ വന്നു കൂടെ, ഒന്നിച്ചൊരൽപ്പം കളിച്ചു കൂടെ. അടുത്തതായി മാപ്പിളപ്പാട്ടിന്റെ മധുരമാർന്ന ഇശലുമായി എത്തുന്നത് മാസിലെ വിദ്യാർത്ഥി നന്ദാർ നവാസ് അലി. ആസ്വദിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദീനയിൽ ചെന്നാൽ ഞാനങ്ങനെ പിരിയും, മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും, മനസ്സേ മനസ്സേ മതിയാകുമോ, നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ, കണ്ണേ കണ്ണേ കൊതി തീരുമോ,
കനിവോരെ മണ്ണിൽ നീ വീഴുമോ? പുറംതിരിഞ്ഞിട്ട് നടന്നകലുവാൻ കഴിയുമോ നബിയെ? മുഖം തിരിഞ്ഞിട്ട് വിട പറയുവാൻ കഴിയുമോ നബിയെ? മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും? ശബ്ദങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും മനസ്സിനെ രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. ഏവർക്കും അസാധ്യമായ ഒരു ലളിതഗാനമാകാം ഇനി അവതരിപ്പിക്കുന്നത് NMS വിദ്യാർത്ഥിനി അമേലിയ. തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പാൽമഞ്ഞു കോടിയോടൊത്ത് ഞാൻ മുറ്റത്തെ പാരിജാതച്ചോട്ടിൽ വന്നു, ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു. തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, ഈറൻ കാറ്റിന്റെ തിരിവിരലുകൾ ഇക്കിളിയാക്കുമെന്മേൽ, ഈറൻ കാറ്റിന്റെ തിരിവിരലുകൾ ഇക്കിളിയാക്കുമെന്മേൽ, സുരഭില ചുംബന ചന്ദനം ചാർത്തുവൻ സൂര്യപ്രഭേ നീ വന്നു, ഞാൻ സുഖമുള്ളൊരാലസ്യമനുഭവിച്ചു. തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി. ഇനി മനോഹരമായ ഒരു അറബിക്കാരം കേട്ടാലോ? അവതരിപ്പിക്കുന്നത് NMS വിദ്യാർത്ഥിനി ജന്ന ഫെബിൻ. TBC ജില്ലാ കലോത്സവത്തിൽ 3ാം സ്ഥാനം നേടിയ അറബിക്കാരം കേൾക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തഫായിലുൻ 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 മുത്തഫായിലുൻ, റഫഅൽ ബുകാഉ മിൻ ബിലാദിൽ മുസ്ലിമീൻ, ഖറുബൽ അനാമു ഇലൽ ഖിയാമത്തി മുസ്രിഈൻ, വലമത്തു ബിഅന്ന ഹൗല ജിനായത്തിൻ, വതുസീബു ദൗമൻ ഫിൽ ബരീഇ ത്വാഹിരീൻ, തതമായലുൽ ബുൻയാനു അത്ഫാലൻ അനീൻ, വതസുബ്ബു നാരൻ ദൂന റഅഫി സാകിബീൻ, വതലാശത്തിൽ ഔലാദു മിൻ ഉസരിൻ ഹമീം, വതലാഫൽ ആലാമു ദൗമൻ നാളിരീൻ, ഫിഅത്തുൽ യഹൂദി വലം തകുൻ അബദൻ മുഖീം, മുത്തഹമ്മലൻ ബിഉഖാബി അഹദിൽ ഫാജിരീൻ, ബിസമാഹത്തിൽ അബ്നാഇ കുൻതും ഹാഫിളീൻ, ബികമാലി റഅഫതിഹിം കദാ മുതനാഇമീൻ, അലബത് യഹൂദു അലൽ ബിലാദി ശനീഅതൻ, وبدون ذكر مساعدات فلسطين، جعل الشجاع الفاتحون صلاحهم بخشوع قلب دون خوف القاتلين،
منح الإله سماحة وحماية وكمال نصر بالملائك فاتحين سنرى البلاد المسلمين متناعسا لسكون عيش مع عذاب السائلين عزمت صهاينة ومن تبعت بها وبدعم مال والصداقة مقبلين صعبت يهود بسوء غرض قلوبهم بعداوة لرجال أرض مؤمنين شهداؤنا مقدام أنتم مفلحون عجبا لأمر مؤمنين الصابرين وتطوير يوما علمكم أعلى السماء وتلاشت اليهود أبدا خاسرين يا ربنا أنقذ أخانا المسلمين من ظلم فجار يهود الفاسقين. അടുത്തതായി ഒരു കൊച്ചു ഭാഷണം കേട്ടാലോ? അവതരിപ്പിക്കുന്നത് ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി അഹമ്മദ് മിഗ്ദാദ്. അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, ജീവിതം നമ്മെ പലപ്പോഴും തളർത്താം. തോൽവികൾ വരാം, നിരാശ വരാം. ചിലപ്പോൾ സ്വന്തം കഴിവിനെക്കുറിച്ച് പോലും സംശയം തോന്നാം. പക്ഷേ ഓർമ്മിക്കുക, നിന്നെ കാണാതെ നിൽക്കുന്ന ആ ശക്തിയാണ് നിന്റെ യഥാർത്ഥ ശക്തി. അവസാനം പാറ പൊട്ടിച്ച് കുരുന്ന ചെടി കൂടിയും ഒരിക്കൽ വിത്തായിരുന്നു. ഇരുട്ടിൽ അടർന്നു പൂട്ടിയ നിലയിൽ പക്ഷേ അതിനൊരു വിശ്വാസമുണ്ടായിരുന്നു, ഞാൻ പ്രകാശത്തിലേക്ക് വളരൂ. അതുപോലെ തന്നെ നിനക്കുള്ളിൽ ഒരു പ്രകാശമുണ്ട്, അത് ഉണർത്തുക. ഇന്നെത്ര കഷ്ടമായി തോന്നിയാലും നാളെ നീ ഉയരും. അടുത്തതായി കേൾക്കാം ക്യാമ്പസ് വാർത്തകൾ. നമസ്കാരം, മെക് FM ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫൈഹ. മലബാർ എഡ്യൂസിറ്റിയുടെ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്രോഷർ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പ്രകാശനം ചെയ്തു. ക്യാമ്പസ് ക്യാന്റീനിൽ ഉച്ചഭക്ഷണത്തിന് ടോക്കൺ സംവിധാനം ആരംഭിച്ചു. KPCM ശ്രീനാരായണ സ്കൂളിൽ വെച്ച് നടന്ന CBSE ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ NEMS വിദ്യാർത്ഥികൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. വിവിധ ഇനങ്ങളിലായി 2ഉം 3ഉം സ്ഥാനങ്ങളും A ഗ്രേഡും വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. ക്രാക്ക് 1 ടാലന്റ് എക്സാം മെയിൻസ് ഒക്ടോബർ 28 നടത്തപ്പെട്ടു. AI ടൂട്ട് സംഘടിപ്പിച്ച പ്രൊഡക്ട് ഡിസൈൻ ചലഞ്ചിൽ NEMS വിദ്യാർത്ഥി ഹംദി സമർ 1ാം സ്ഥാനം നേടി. നവംബർ 1 മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിലെ അധ്യാപകർക്കായി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. 21st സെഞ്ച്വറി സ്കിൽസ് ഫോർ ടീച്ചേഴ്സ് എന്ന വിഷയത്തിൽ ഡോക്ടർ അലി അക്ബർ സാർ ക്ലാസ് നയിച്ചു. NEMSലെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ സമാപിച്ചു. വിദ്യാർത്ഥികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദാറുൽ ഖുർആൻ ആൻഡ് മാസ് വിദ്യാർത്ഥികൾക്കായി മദ്രസ തലത്തിലുള്ള സർഗമേള സംഘടിപ്പിച്ചു. അൽഫിത്ര പ്രീ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നവംബർ 4 ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിച്ചു. ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂളിന്റെ ഈ വർഷത്തെ ആർട്സ് ഡേ നവംബർ 14 നടന്നു. ക്യാമ്പസിൽ പുതിയതായി മിൽമ ബൂത്ത് പ്രവർത്തനം തുടങ്ങി. മലബാർ ITI ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആവേശഭരിതമായ മത്സരങ്ങൾക്കൊടുവിൽ ടീം റയൽ മാഡ്രിഡ് വിന്നേഴ്സ് കപ്പ് സ്വന്തമാക്കി. ടീം ബാർസലോണ റണ്ണേഴ്സ് അപ്പ് ആയി. മലബാർ എഡ്യൂസിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഷെറീന മാഡം വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. NEMS 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഗൈഡൻസിന്റെ 2ാം ഭാഗം നാവിഗേറ്റർ പാർട്ട് 2 നവംബർ 20 നടക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. കൂടുതൽ പരിപാടികളുമായി വീണ്ടും വരാം. Stay tuned, MEC FM. Me, Saksha and me, Fadwa, signing out.